ഓ ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ശ്രീ ഉണ്ണികൃഷ്ണൻ വീഡിയോ ഓൺ ചെയ്തോളൂ കേട്ടോ. സായിരാം. എല്ലാമായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ സായിരാം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. മഞ്ചേരിക്കടുത്ത് ആമയൂരിൽ താമസിക്കുന്നു. ഞാൻ വനം വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായി 2019 വിരമിച്ചു. സത്യസായി സംഘടനയുടെ മലപ്പുറം ജില്ലയിലെ സ്പിരിച്വൽ കോർഡിനേറ്ററാണ് ഇപ്പോൾ. എൻ്റെ വീട്ടിൽ ആമയൂർ ഭജന മണ്ഡലി പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ബാലവികാസ് ക്ലാസ് നടക്കുന്നുണ്ട്. ഞാനൊരു ബാലവികാസ ഗുരുവാണ്. സഹായത്തിന് ഭാര്യയും ഉണ്ട്. ഭഗവാന്റെ ഒരു പുതുവത്സര ദിനത്തിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത്. പ്രേമസ്വരൂപരെ, പുതുജീവിതത്തിനായി പുതുവത്സരം കാത്തിരിക്കുകയാണ് നിങ്ങൾ. ഈ കാത്തിരിപ്പ് അനന്തം. ഓരോ നിമിഷവും പുതിയതാണെന്ന് അറിയുക. അത് ദിവ്യവുമാണ്. അതറിഞ്ഞാൽ ജീവിതത്തിലെ ഓരോ നിമിഷവും പവിത്രമാകും. അതാണ് ആനന്ദത്തിലേക്കുള്ള പാത. ഡിസംബറും ജനുവരിയും വരും പോകും. പക്ഷേ ഈശ്വരൻ വരുന്നുമില്ല, പോകുന്നുമില്ല. 3 കാര്യങ്ങൾ മറക്കരുത്. പോയത് തിരികെ വരില്ല, അതായത് അജ്ഞാനം പോയാൽ തിരികെ വരില്ല. 2, വന്നത് തിരികെ പോകില്ല, അതായത് വന്ന ജ്ഞാനം തിരികെ പോകില്ല. 3, വരുന്നുമില്ല, പോകുന്നുമില്ല. ജ്ഞാനം അനുഭവിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. യഥാർത്ഥ ജ്ഞാനം വരുന്നുമില്ല, പോകുന്നുമില്ല. അതെപ്പോഴും നമുക്കൊപ്പം ഉണ്ട്. അതാണ് ഉള്ളത്. ആ അറിവാണ് ഈശ്വരൻ. അതിനാൽ നിങ്ങളെ വിഭുവിന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കൂ. ആനന്ദം അനുഭവിക്കൂ. ഈ ശരണാഗതിയിൽ എത്തുന്നത് വരെ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ വേണ്ടതുണ്ട്. കലിയുഗ സ്വാധീനത്താൽ എല്ലാവിധ മാലിന്യങ്ങളും ഇന്ന് മാനവനിൽ ഒഴുകിയെത്തുന്നു. അമിതമായി ധനം സമ്പാദിക്കാൻ ആഗ്രഹം ഉണ്ടാകുന്നു. അതിനാൽ ദുർഗുണങ്ങൾ നിങ്ങളിൽ പ്രവേശിക്കാതിരിക്കാൻ സ്വനിയന്ത്രണങ്ങളാകുന്ന കഥകുകൾ ഉപയോഗിക്കുക. നല്ലത് മാത്രം ഉള്ളിൽ കടത്തിയാൽ മതി. നല്ല കർമ്മങ്ങൾ ചെയ്യുക. മൃദുവായും സത്യമായും സംസാരിക്കുക. പവിത്രമായ വീക്ഷണം പോഷിപ്പിക്കുക. അങ്ങനെ ഹൃദയം നിർമ്മലമാക്കൂ. കാലം കൊടുങ്കാറ്റ് പോലെ പോകുന്നു. മഞ്ഞ് ഉരുകും പോലെ ആയുസ് ഓരോ നിമിഷവും കുറയുന്നു. ചെയ്യേണ്ടത് എന്തെന്ന് തിരിച്ചറിയും മുമ്പേ ഒരുവന്റെ ആയുസ്സും തീരുന്നു. എത്രയോ കഷ്ടപ്പെട്ട് കിട്ടിയ തന്റെ ശരീരം എന്തിന് ഉപയോഗിക്കണം എന്നറിയാതെ അവൻ പാഴാക്കുന്നു. മനുഷ്യ ശരീരം തന്നത് ഈശ്വരനെ അറിയാൻ വേണ്ടിയാണ്. എല്ലാവരും ബന്ധനങ്ങളെ കുറിച്ച് പരാതി പറയുന്നു. എന്താണ് നിങ്ങളെ കെട്ടിയിടുന്നത്? ഭാര്യയോ മക്കളോ, ധനമോ, ഇന്ദ്രിയപരമായ ആഗ്രഹങ്ങളോ? ഇതൊന്നുമല്ല.
അവനവൻ ആരാണ് എന്നറിയാത്തതാണ് എല്ലാ ബന്ധനങ്ങൾക്കും കാരണം. അതറിയാതെ ദുഃഖങ്ങൾ അകലുകയില്ല, ആനന്ദം ലഭിക്കുകയുമില്ല. ഈ ലോകത്തെ മാനവൻ ത്യജിക്കണം. എങ്ങനെ? ഈ ലോകം ഈശ്വരൻ തന്നെ എന്ന തിരിച്ചറിവാണ് ലോകത്തെ ത്യജിക്കുക എന്നാൽ അർത്ഥം. ഈശാവാസ്യമിതം ജഗത്. പിന്നെ ത്യജിക്കേണ്ടത് ജീവഭാവത്തെ, അതായത് ഞാനും ഈശ്വരനും വേറെ വേറെ എന്ന ഭാവനയെ. ഇരുട്ടിൽ കയറിനെ പാമ്പായി കാണുന്നു, ഭയക്കുന്നു. വെളിച്ചം വന്നാൽ കയറിനെ തിരിച്ചറിയും, അപ്പോൾ ഭയം അകലും. അതുപോലെ ചിത്തശുദ്ധിയാൽ ജീവഭാവം സത്യമല്ല എന്ന് ബോധ്യമാകും. സമസ്ത പ്രപഞ്ചത്തെയും വെളിവാക്കുന്നത് ഈശ്വരനാണ്. പ്രപഞ്ചവും ഈശ്വരനും വേറെയല്ല. ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ചം മുഴുവനും. ഇതാണ് സായി സിദ്ധാന്തം. മുഖം കാണാൻ കണ്ണാടി വേണം. കണ്ണാടി തിരിച്ചു പിടിച്ചാൽ മുഖം കാണാനാകുമോ? നിങ്ങളെ സ്വയം കാണാൻ ഈശ്വരൻ തന്നിരിക്കുന്ന കണ്ണാടിയാണ് ബുദ്ധി. ബുദ്ധിയാകുന്ന കണ്ണാടി ഉപയോഗിച്ച് സ്വയം കാണാൻ ശ്രമിക്കണം. അതാണ് ഈശ്വര സാക്ഷാത്കാരം. നിങ്ങൾക്ക് ശരീരം നൽകിയിരിക്കുന്നത് സേവ ചെയ്യുവാനാണ്. ഈശ്വരനാണ് തന്റെ സേവ സ്വീകരിക്കുന്നത് എന്ന ഭാവത്തിൽ സേവയിൽ മുഴുകുക. സംസാരം മിതമാക്കൂ. അപ്പോൾ ശ്വാസത്തേക്കാൾ സൂക്ഷ്മമായ ചൈതന്യത്തിന്റെ നാദം കേൾക്കാനാകും. നിങ്ങളിലുള്ള ഞാനാണ് ഞാൻ. എന്നിൽ കീഴടങ്ങൂ, എനിക്കായി നൽകൂ, എന്നിൽ ആശ്രയിക്കൂ, എല്ലാം എന്നിൽ ദർശിക്കൂ, എല്ലാറ്റിലും എന്നെ കാണൂ തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് നൽകുന്നു. ഇവിടെ പറയുന്ന നീ, ഞാൻ, ഇവ ഞാൻ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അത് ഓരോരുത്തരിലും കുടികൊള്ളുന്ന ഭഗവാനെ സൂചിപ്പിക്കുന്നു. ആ ഞാനാണ് ഞാൻ ഇത് ചെയ്തു, ഞാൻ ഇത് ആഗ്രഹിച്ചു, ഞാൻ മഹാനാണ്, ഞാൻ നിസാരനാണ് തുടങ്ങിയവ നിങ്ങളെ കൊണ്ട് പറയിക്കുന്നത്. ഈ ഞാനിന്റെ പ്രതിഫലനമാണ് അമീബയിൽ മുതൽ അവതാരത്തിൽ വരെ തുടിക്കുന്നത്. ഈ എനിക്ക് മുന്നിലാണ് ഓരോരുത്തരും കീഴടങ്ങേണ്ടതും സമർപ്പിക്കേണ്ടതും. അതും നിങ്ങളിലുള്ള ഞാനാണ്. ദൈവേച്ഛയുടെ മൂർത്തീകരണത്തിന് എല്ലാവർക്കും സേവനം അനുഷ്ഠിക്കുക. നിങ്ങൾ ഗ്രാമങ്ങളിലേക്കോ സ്വന്തം തൊഴിലുകളിലേക്കോ മടങ്ങുമ്പോൾ ഇതേ മാനസികാവസ്ഥയിൽ മടങ്ങുക. നേട്ടങ്ങൾ ഇട്ടെറിഞ്ഞ് നഷ്ടവൃത്തികളുടെ പുറകെ ഓടരുത്. എല്ലാവർക്കും സേവനം അനുഷ്ഠിക്കുന്നത് ദൈവേച്ഛയുടെ മൂർത്തീകരണം പോലെ കരുതിയാകണം. അത് നിങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യും. മറ്റൊരു കർമ്മത്തിനും ഇതുപോലെ ആനന്ദം നൽകുക സാധ്യമല്ല. ചകോരങ്ങൾ കൊക്കുവിടർത്തി ആകാശത്തു നിന്നുള്ള ആദ്യ മഴത്തുള്ളികൾക്കായി കാത്തിരിക്കുന്നു. മറ്റൊന്നും അവയ്ക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ നിങ്ങൾ സാന്ത്വനത്തിനും ആശ്വാസത്തിനും പ്രോത്സാഹനത്തിനും മുറിവുണക്കുന്നതിനും അർഹിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്നതിനും കാത്തിരിക്കണം. നിങ്ങളെ തന്നെ മറ്റുള്ളവരിലും ദർശിക്കുക. അവരുടെ വേദനയും ദുഃഖവും നിങ്ങളുടേതായി കരുതുകയും വേണം. ഓടിക്കാൻ അറിയില്ലെങ്കിൽ കാറ് കൊണ്ട് എന്ത് പ്രയോജനം? റേഡിയോ കൊണ്ട് എന്ത് പ്രയോജനം? അത് പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെ എന്നറിയില്ലെങ്കിൽ ശരീരം കൊണ്ട് എന്ത് പ്രയോജനം? ഏറ്റവും നന്നായി അത് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നറിയാൻ ശ്രമിച്ചില്ലെങ്കിൽ ജീവിത സാക്ഷാത്കാരം തേടി സത്യം കണ്ടെത്തിയ മുനിമാരിൽ നിന്നും യതിവര്യരിൽ നിന്നും നാം ലക്ഷ്യം നേടാൻ നടന്നു കയറേണ്ട പാതയെപ്പറ്റി പഠിക്കുക. ലക്ഷ്യം ഈശ്വരനാണ്. ഈശ്വരൻ തിന്മകളുടെയും തെറ്റും ശരിയുടെയും സങ്കല്പങ്ങൾക്കപ്പുറമാണ്. ഇതെല്ലാം താൽക്കാലിക കാര്യങ്ങൾ വിലയിരുത്തുവാനുള്ള ഭൗതിക നടപടികളാണ്. ഈശ്വരന് ആകാരമില്ല, അവയവങ്ങളില്ല, ദ്വൈതഭാവമില്ല, പ്രാഥമ്യമില്ല, വിപ്രതിപത്തിയുമില്ല, പക്ഷപാതമില്ല. ഈശ്വരനെ സത്യസ്വരൂപനെന്നും ജ്ഞാനസ്വരൂപനെന്നും ആനന്ദസ്വരൂപനെന്നും പറയുന്നതും ശരിയല്ല. കാരണം ഈശ്വരന് സ്വരൂപവും സ്വഭാവവും ഇല്ല. ഈശ്വരൻ സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. രുചി അറിഞ്ഞിട്ടുള്ളവരുടെ അനുഭവം അതാണ്. സൈറാം. ഈ അനുഭവം പറയാം. മാഷിന്റെ അനുഭവങ്ങൾ പറഞ്ഞോളൂ. സൈറാം. ഞാൻ ആദ്യകാലത്ത്
ഒരു ദേവി ഭക്തനായിരുന്നു. ശ്രീരാമകൃഷ്ണദേവന്റെയും സ്വാമി വിവേകാനന്ദന്റെയും ഒക്കെ ബുക്കുകളൊക്കെ വായിച്ച് കുറെയൊക്കെ ആത്മീയമായ അറിവുകൾ നേടിയിരുന്നു. രാജയോഗം വായിച്ചതിന് ശേഷം കുറേശ്ശൊക്കെ ധ്യാനം പരിശീലിക്കാൻ തുടങ്ങി. ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ, എനിക്കൊരു സൽഗുരുവിനെ കാണിച്ചു തരാൻ വേണ്ടി അമ്മയോട് നിത്യവും പ്രാർത്ഥിക്കും, കാണിച്ചു തരണമേ എന്ന്, അല്ലെങ്കിൽ ഗുരുവിന്റെ അടുത്തേക്ക് എന്നെ നയിക്കണമേ എന്ന്. അതിന്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം എനിക്ക് ഭഗവാൻ സായി ഈശ്വരനെ കാണാനും ദർശിക്കാനും ഒക്കെ കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1990 ഞാൻ ഭഗവാനെ കുറിച്ച് അറിയുകയും പുട്ടപർത്തിയിൽ പോയി ഭഗവാന്റെ ദർശനം കിട്ടുകയും ചെയ്തു. ഒരു മാസം മുമ്പ് പുട്ടപർത്തിയൊക്കെ ഭഗവാൻ എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് കാണിച്ചു തന്ന അതേ സ്ഥലം തന്നെയാണ് എനിക്ക് അവിടെയും കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് എന്നെ അവിടെ എത്തിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. 1996 മുതൽ 2000 ഏപ്രിൽ വരെ ഞാൻ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ, ഇപ്പോൾ അവിടെ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി, അന്നത്തെ കാർഷിക ഫോറസ്റ്റ് ഗാർഡാണ്, ജോലി നോക്കിയിരുന്നു. സുന്ദർ റേഞ്ചിലെ ഒരു വളരെ വിദൂരതയിലുള്ള എലത്തോട് സെക്ഷനിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്കുണ്ടായ ഒരു വിസ്മയകരമായ അനുഭവമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു 4 മണിയായിരുന്നപ്പോൾ എൻ്റെ മേലുദ്യോഗസ്ഥന്മാരായ DFOയും റേഞ്ച് ഓഫീസറും ഞാൻ താമസിക്കുന്ന സെക്ഷൻ ഓഫീസിലേക്ക് വരികയുണ്ടായി. ഈ സമയത്ത് ഞാൻ തനിച്ചായിരുന്നു. എൻ്റെ കൂട്ടുകാരൊക്കെ ആ സമയത്ത് ഫീൽഡിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ DFOയും റേഞ്ച് ഓഫീസറും എന്നെയും കൂട്ടി വർക്ക് കഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി. അങ്ങനെ അവരുടെ കൂടെ ഞാൻ പോയി. കോട്ടേഴ്സിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്താണ് പോകേണ്ടിയിരുന്നത്. അപ്പോൾ കാട്ടിന്റെ ഉള്ളിലൂടെയുള്ള കൂപ്പ് റോഡിലൂടെയാണ് യാത്ര ചെയ്തത്. അപ്പോൾ സൈഡിലൊക്കെ 8-10 ആനകളുള്ള ഒരു ആനക്കൂട്ടത്തെ കണ്ടു. അതിനൊക്കെ മറികടന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ സ്ഥലത്തെത്തി. അപ്പോൾ പരിശോധനയൊക്കെ പൂർത്തിയാക്കി ഏകദേശം ഒരു 5:30 മണി ആയി കാണും. അപ്പോൾ തിരിച്ചിറങ്ങി. അപ്പോൾ ജീപ്പിലുണ്ടായിരുന്ന വയർലെസ് സെല്ലിലേക്ക് ഒരു മെസ്സേജ് വന്നു. DFOയെ കാണാൻ തമിഴ്നാട്ടിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്ന് കാത്തിരിപ്പുണ്ട്. അപ്പോൾ DFO പറഞ്ഞു ഉടനെ വരാമെന്ന് മറുപടിയും കൊടുത്തു. മടങ്ങി വരുമ്പോൾ റോഡ് 2ആയി പിരിയുന്ന ഒരു 3 കൂടിയ സ്ഥലത്തെത്തി. അപ്പോൾ DFO എന്നോട് പറഞ്ഞു, എനിക്ക് എത്രയും വേഗം അവിടെ എത്തേണ്ടതുണ്ട്, അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇറങ്ങി നടക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഓഫീസിലേക്ക് പോരൂ, നാളെ നിങ്ങൾക്ക് മടങ്ങാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയാലുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച്, കാരണം അന്ന് പുതുതുണിക്ക് മറുതുണിയില്ലാതെ അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ പിറ്റേന്ന് വരാൻ വാഹനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇറങ്ങി. നടക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങി. ജീപ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ വാച്ച് നോക്കിയത്. സമയം 5:45 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ രാത്രിയാകാൻ കഷ്ടിച്ച് 15 മിനിറ്റേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. നവംബർ മാസത്തിന്റെ അവസാനമായിരുന്നു. ഇനി ഏകദേശം 4.5 കിലോമീറ്റർ ദൂരം എനിക്ക് നടക്കണം, എന്നെങ്കിലേ എൻ്റെ താമസ സ്ഥലത്തെത്തും. ഞാൻ ആ 15 മിനിറ്റിന്റെ ഇടയിൽ നടന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ടെങ്കിലും 3 കിലോമീറ്റർ വരെ ഞാൻ നടന്ന് എത്തി. അപ്പോഴേക്ക് കൂടി ഇരുട്ടായി. കാരണം 6 മണിക്ക് ഇരുട്ടാകുന്ന സമയമാണ് ആ സമയം. അതുകൊണ്ട് 15 മിനിറ്റ് പകൽ കിട്ടി. ആ സമയത്ത് എനിക്ക് യാത്ര പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കാരണം പോകുന്ന വഴിക്ക് ആനക്കൂട്ടത്തെ കണ്ടിരുന്നു. ആ ആനക്കൂട്ടത്തിന്റെ സമീപത്തിൽ കൂടെ ഇനി പോകണം.
ആന റോഡിലേക്ക് വന്നിട്ട് നിൽക്കുന്നുണ്ടാവും എന്നൊക്കെ പേടിച്ചു. കാരണം പറമ്പിക്കുളം പോലെയുള്ള ഒരു സ്ഥലത്ത് ആനകളുടെ വിഹാര കേന്ദ്രമാണ്, കാട്ടുപോത്തിന്റെ വിഹാര കേന്ദ്രമാണ്. അതുപോലെ തന്നെ കടുവ, കരടി, പുലി, രാജവെമ്പാല പോലെയുള്ള സർപ്പങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതൊക്കെ എന്നെ വളരെയധികം ഭയപ്പെടുത്തി. ആനയുടെ ചിഹ്നം വിളിയും അതോടൊപ്പം തന്നെ ആനയുടെ ഗന്ധവും ഒക്കെ തന്നെ എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി. ഇനി മുന്നോട്ട് നടന്നാൽ ആനക്കൂട്ടത്തിൽ ചെന്ന് പെട്ടാലും അറിയില്ല. അതുകൊണ്ട് ഞാൻ റോഡിൽ തന്നെ നിന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സാധാരണ ഞാൻ എല്ലായ്പ്പോഴും നടക്കുമ്പോഴും ഒക്കെ തന്നെ ഭഗവാന്റെ നാമം ജപിച്ചാണ് നടക്കാറ്. അതുകൊണ്ട് എനിക്കൊരു ഭയവും തോന്നാറില്ല. പക്ഷെ ആ സമയത്ത് കൂരിയാകൂടി ഇരുട്ടിൽ ഈ ആനക്കാടിലൂടെ എനിക്ക് നടക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, ഈ ഘട്ടത്തിൽ ഒന്നുകിൽ എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കുക, അല്ലെങ്കിൽ എനിക്ക് പകുതി ജീവനോടെ എന്നെ ഇവിടെ ഉപേക്ഷിക്കരുത് എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു ലൈറ്റ് ഇട്ട വാഹനം വരുന്നത് കണ്ടത്. എന്നെ കണ്ട് ആ വാഹനം നിർത്തി. അതൊരു ജീപ്പാണ്, സർക്കാർ ജീപ്പല്ല. പരിചയമില്ലാത്ത ഒരാളാണ് ഡ്രൈവർ. എന്നോട് കയറാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ വളരെയധികം സന്തോഷവും. ഞാൻ കയറി. ഞാൻ ആദ്യം വിചാരിക്കുന്നത് DFO ആയിരിക്കും വണ്ടി കൊടുത്തു വിട്ടതെന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എസ്റ്റേറ്റിൽ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ പിന്നിലേക്ക് നോക്കി. അപ്പോൾ രണ്ടുപേര് ബാക്ക് സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളെ ദൈവമാണ് ഇവിടെ എത്തിച്ചത്, അല്ലെങ്കിൽ ഞാൻ എന്താകുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്ന് പെട്ട സന്ദർഭങ്ങളൊക്കെ അവരോട് വിവരിച്ചു. കൂടുതലൊന്നും ചോദിക്കാൻ തോന്നിയില്ല. കാരണം അത്ര ഒരു സഹായമാണ് അവരിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ആ സന്തോഷത്തിൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. അവർ എൻ്റെ താമസ സ്ഥലത്ത് എത്തിച്ച് അപ്പോൾ ഞാൻ അവർക്ക് നന്ദി പറഞ്ഞു. അവർ യാത്രയായി. അവർ പോയതിനു ശേഷം ഞാൻ വിചാരിച്ചു, കാരണം അവർക്ക് ഇനി പോകണമെങ്കിൽ ഒരു ചെക്ക് പോസ്റ്റ് കടന്നു പോകണം. അതായത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയുള്ള ഒരു ചെക്ക് പോസ്റ്റ്. അത് 5 കിലോമീറ്റർ അകലെയാണ്. ആ ചെക്ക് പോസ്റ്റ് 6 മണിക്ക് അടച്ച് ജീവനക്കാരൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടാകും. പിന്നെ ആ ചെക്ക് പോസ്റ്റിന്റെ ഒരു താക്കോൽ എൻ്റെ കയ്യിലാണുള്ളത്. അത് അവർ ചോദിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെ ഇവർ മറികടന്നു പോകും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ചെക്ക് പോസ്റ്റിന്റെ താക്കോൽ ഒരു പക്ഷേ അവരുടെ കയ്യിലുണ്ടെങ്കിലും പിന്നീട് അവർക്ക് തമിഴ്നാടിന്റെ ഒരു ചെക്ക് പോസ്റ്റും കടക്കണം. അങ്ങനെ കടന്നെങ്കിലേ അവിടെ നിന്ന് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ ഏതായാലും കോട്ടേഴ്സിലേക്ക് കയറി. എൻ്റെ കൂട്ടുകാർ എന്നോട് ചോദിച്ചു, DFO പോയോ? ഞാൻ പറഞ്ഞു, പോയി. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും എന്നോട് അവരിൽ നിന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നില്ല. കാരണം പോയത് പ്രൈവറ്റ് വണ്ടിയാണെങ്കിൽ എന്തിനു വിട്ടു എന്നൊക്കെ ചോദ്യം വരും. പക്ഷെ എനിക്ക് ആ സമയത്ത് അത് ചോദിക്കാനൊന്നും തോന്നിയില്ല. അതാണ് സത്യം. എന്നാലും അന്ന് എനിക്ക് ഉറക്കം വന്നില്ല. കാരണം എന്നെ രക്ഷപ്പെടുത്തിയ ആ അത്ഭുത കൃത്യം ഭഗവാൻ തന്നെയാണ് ആ വാഹനം എത്തിച്ചത് എന്നൊരു സന്തോഷം ഒരു ഭാഗത്ത്. രണ്ടാമത്തത്, ഈ ജീപ്പ് ഏതാണ് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം. അതുകൊണ്ട് അന്ന് ഉറങ്ങിയില്ല. പിറ്റേന്ന് നേരം വെളുത്ത സമയത്ത് ഞാൻ നേരെ തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റിലേക്ക് 14 കിലോമീറ്റർ യാത്ര ചെയ്യണം, നടന്നു പോകണം അങ്ങോട്ട്. അങ്ങനെ ഞാൻ തമിഴ്നാടിന്റെ ചേറ്റുമട ചെക്ക് പോസ്റ്റിൽ ചെന്നു. എൻ്റെ കൂട്ടത്തിൽ ഒരു വാച്ചറും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്ന് ചെക്ക് പോസ്റ്റിന്റെ രജിസ്റ്ററൊക്കെ പരിശോധിച്ചപ്പോൾ 6 മണിക്ക് ശേഷം, തലേ ദിവസം 6 മണിക്ക് ശേഷം അങ്ങോട്ട് ഒരു വാഹനവും പോയിട്ടില്ല എന്നാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ വണ്ടി എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്ന് അറിയാൻ യാതൊരു മാർഗവുമില്ല. എസ്റ്റേറ്റ് എന്നത് പറമ്പിക്കുളത്തില്ല. പ്രൈവറ്റ് സ്ഥലങ്ങളില്ലാത്ത ഒരു വനപ്രദേശമാണ് പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ദിവ്യലീലയാണ് അവിടെ കളിയാടിയത് എന്ന് എനിക്കുറപ്പാണ്. കാരണം ഭഗവാൻ ഇതുപോലെയുള്ള ദിവ്യലീലകളൊക്കെ ആടിയിട്ടുണ്ട് എന്ന് നമുക്ക്
അതായത് ഭഗവാന്റെ തപോവനത്തിൽ ഒരു പട്ടാളം ഓഫീസർ, ഭോപ്പാലിലുള്ള ഒരു പട്ടാളം ഓഫീസർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഭഗവാൻ ആ പട്ടാളം ഓഫീസറുടെ പഴയ സ്നേഹിതനായിട്ടും ആ സ്നേഹിതന്റെ ഭാര്യയായിട്ടും അവരുടെ പെട്ടി ചുമക്കുന്ന പോർട്ടറായിട്ടും വന്നിട്ടുണ്ട്. അതൊരു സ്വാഭാവികമായിട്ട് കരുതാൻ വേണ്ടിയിട്ടാണ് ഈ 3 വേഷവും ഭഗവാൻ ലീലയാടിയത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ലീലയാടിയത്. കാരണം വേഗിൽ 2 തൊഴിലാളികൾ, അത് സ്വാഭാവികത തോന്നാൻ വേണ്ടിയാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഭഗവാൻ എന്നെ ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഭഗവാൻ തന്നെയാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് കടക്കാതെ ആ വാഹനം എങ്ങോട്ടും പോകാൻ കഴിയില്ല. പിന്നെ എസ്റ്റേറ്റ് ഒന്നും അവിടെ ഇല്ല എന്നുള്ളതും ഉറപ്പാണ്. സമയമായോ? സൈറാം, കുഴപ്പമില്ല മാഷ്, ഇനി വല്ലതും പറയാനുണ്ടോ? ഞാൻ ചെറിയൊരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞോളൂ. 2-3 മിനിറ്റ്. അത് ഞാൻ സൈലന്റ് വാലിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു വർക്ക് സൈറ്റിലേക്ക് പോവുകയായിരുന്നു. ഒരു ദിവസം ഏകദേശം 2 കിലോമീറ്റർ ദൂരെ സഞ്ചരിക്കാനുള്ളൂ. അപ്പോൾ പിന്നെ വർക്ക് സൈറ്റിൽ മേൽനോട്ടം വഹിക്കാൻ ഒരാളെ തന്നെ പോകാൻ അവിടെ സ്ട്രെങ്ത് ഉള്ളൂ. അങ്ങനെ പോയതാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കരടി മുന്നിൽ പെട്ടു. അപ്പോൾ ഈ കരടി ഒരു 15-20 മീറ്റർ ദൂരത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കരടി എന്റെ നേർക്ക് കുതിച്ചു വരിക. അപ്പോൾ ഞാൻ ഭഗവാൻ സായിരാം എന്ന് ജപിച്ചു ഉറക്കെ വിളിച്ചുകൊണ്ട് ഞാനൊരു ഓട്ടോ ഓടിക്കും. ആ സമയത്ത് എവിടെ നിന്നോ അറിയില്ല ഒരു നായ കുറച്ചുകൊണ്ട് എന്റെ മുന്നിലൂടെ ഓടി ഈ കരടിന്റെ നേർക്ക് കുതിക്കുന്നതാണ് കണ്ടത്. ഈ കരടി തിരിഞ്ഞോടി, കരടിയുടെ പിന്നാലെ ഈ നായയും. അങ്ങനെ ഈ കരടി കാട്ടിൽ കയറി, നായയും കാട്ടിൽ കയറി. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ പ്രദേശത്ത് സൈലന്റ് വാലി പോലെയുള്ള ഒരു പ്രദേശത്ത് ഇതുപോലെയുള്ള ഒരു നായ വരണമെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ അവിടെ നായകളെ, എന്റെ സ്നേഹിതന്മാരോ മറ്റുള്ളവരോ ആരും തന്നെ നായ്ക്കളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവിടെ ഒരു നായയായിട്ട് വന്നിട്ട് ഭഗവാൻ ആ കരടിയെ ഓടിച്ച് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ജയ് സായിരാം. ഓക്കെ, നിർത്തുന്നു. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സായിരാം. പ്രസന്റ് ചെയ്യട്ടെ. ശരം പ്രസന്റേഷൻ. భగవంతుడనగా ఏమిటి? Who is God? భా అనగా ప్రకాశము, Bha, effulgence. వా అనగా వర్తించటము, Va, conducting గా అనగా oneself. అభివృద్ధి గావించటము, Va means developing. వాన్ అనగా వ్యాప్తి గావించేటువంటి వాడు. Van, vastness. కాంతి స్వరూపాన్ని సర్వత్రా వ్యాప్తి గావించేటువంటి వాడే భగవంతుడు. God spreads his brilliance, effulgence all over. అతనికి ఎట్టి రూపము లేదు. He has no specific form. ఆకాశమున కంటే అతి సూక్ష్మమై ఉండు. He is subtler than space, అణువు కంటేను చాలా అణువుగా మారు. smaller than an atom. ఇలాంటి భగవంతునకు ఎట్టి రూపాన్ని నిర్మించగలరు? What form can you decide for God? నీ ఆత్మనే నీ యొక్క స్వరూపంగా కనిపిస్తూ ఉండాలి. Your very own spirit appears in this form. పరమాత్మ చైతన్యం భవ్య స్వరూపమై అంతటా నిండి తాను అండియుండు. The consciousness of the divinity, it dwells in everyone and appears in a cosmic బ్రహ్మలో form. మీరు, మీలోన బ్రహ్మం ఉండే. God is in you and you are in God. బ్రహ్మకు మీకును ఎట్టి భేదమును లేవు. There is no difference between you and God. అట్టి భేదరహితమైనటువంటి తత్వాన్ని ఈనాడు మనం భేదముగా విశ్వసించడం చేతనే అనేక దుఃఖములు గురి అవుతున్నాము. Because we are dual minded, there is no trace of non-duality, we suffer today. కనుక దైవత్వం అనగా ఇట్టి రూపము అట్టి రూపమని కాదు. You cannot decide a specific form. సర్వరూపములతో కూడి ఉండినటువంటిదే ఈ దివ్యత్వము. All forms are divine. సత్యమునందుండి సర్వము సృష్టించే. From the point of truth, God has created everything. సర్వ సత్యమునందుండి సర్వమణగే. Everything merges back
in the principle of truth. సత్యరూపము లేని స్థలమేది కనుగొన్నా There is no place in this world where there is no truth. శుద్ధ సత్వం ఇది కూడా చూడరయ్యా. That is unsullied, pure truth all over. కనుక సత్యం ఎక్కడ ఉన్నది? Where is truth? సర్వత్రా వ్యాపించినట్టే. It spreads everywhere. సత్యము లేని స్థానం లేదు. There is no place where it's కనుక not నీ noticed. దైవం లేని స్థానం లేదు. So there is no place where there దైవం is no God. సర్వవ్యాపకుడు. God spreads everywhere. దీనిని పురస్కరించుకుని భగవద్గీత సర్వతః పాణిపాదం తత్సర్వతో వచ్చి శిరోముఖం సర్వతః శృతిమల్లోకి సర్వమావృతిష్ఠతి అన్నాడు. Basing on this, Bhagavad Gita declared that all heads are His, all hands are His, all feet are సత్యమునకే His. అన్ని రూపములు కూడాను దాల్చి ఉన్నాడు. God is in the form of truth in everybody. కనుక మనం సత్యస్వరూపమైనటువంటి దైవత్వాన్ని మనము ఆరాధించాలనుకుంటే మన యందే ఉంటున్నది ఆ దైవ స్వరూపము. God is in you in the form of truth. మానవులు ఈ సత్యాన్ని గుర్తించుకోలేక సత్యస్వరూపమైనటువంటి తన యందే ఉండినప్పటికీ అది వేరేగా ఉన్నదని విశ్వసించి కాలమును వ్యర్థము గావించి కర్మలు ఆచరిస్తున్నాడు. Man is not able to realize the spirit which is truth, latent, immanent in him. He considers himself different from God and therefore he suffers. മാഷെ ഒരു ഭജന പാടിക്കോളൂ. കൃഷ്ണ ഭജോ മുരളി ഗോവിന്ദ ഭജോ കൃഷ്ണ ഭജോ മുരളി ഗോവിന്ദ ഭജോ രാധേ ഗോവിന്ദ ഭജോ രാധേ ഗോപാല ഭജോ രാധേ ഗോവിന്ദ ഭജോ രാധേ ഗോപാല ഭജോ സായി ഗോവിന്ദ ഭജോ സായി ഗോപാല ഭജോ साई गोविंद भजो साई गोपाल भजो कृष्ण भजो मुरली गोविंद भजो गिरिधारी श्याम भजो राधे गोविंद भजो गिरिधारी श्याम भजो राधे गोविंद भजो मधुवन संचारी श्याम गोपाल 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 भजो कृष्ण भजो मुरली गोविंद भजो कृष्ण भजो मुरली गोविंद भजो राधे गोविंद भजो राधे गोपाल भजो साई गोविंद भजो साई गोपाल भजो कृष्ण भजो मुरली गोविंद भजो गिरिधारी श्याम भजो राधे गोविंद भजो गिरिधारी श्याम भजो राधे गोविंद भजो मधुवन संचारी श्याम गोपाल भजो मधुवन संचारी श्याम गोपाल भजो मधुवन संचारी श्याम गोपाल भजो साई राम സായിരാം. സായി ഉപമ. ഇന്ദ്രിയ ഗ്രാമത്തിലേക്ക് നയിക്കുന്ന എല്ലാ വീഥികളും അന്ധവും അപകടം നിറഞ്ഞതുമാണ്. ഈശ്വരനിലേക്ക് നയിക്കുന്ന പാത മാത്രമാണ് നേരെയുള്ളത്. നീതി അഥവാ സത്യസന്ധത എല്ലാ കാര്യത്തിലും പരിശീലിക്കുക. അത് ആത്മാവിനെ ഉദ്ധരിക്കും. ഋജുത്വം അതായത് സത്യസന്ധത ത്രിഗുണങ്ങളെയും വശത്താക്കി അതിജീവിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും. ഗുണങ്ങളെ ഒരു കുഴമ്പ് പരുവത്തിൽ ആക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിലൂടെ ആനന്ദമെന്ന ഒരു പുതിയ സ്വാദ് ഉരുത്തിരിഞ്ഞ് വരും. അത് ഉപ്പും മുളകും പുളിയും ഒരുമിച്ച് ചേർത്ത് അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാദിഷ്ടമായ ഒരു ചമ്മന്തി ലഭിക്കുന്നത് പോലെയാണ്. ജയ സായിരാം. साईराम. समस्त लोगा सुखिनो भवन्तु. समस्त लोगा सुखिनो भवन्तु. समस्त लोगा
സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം.